ഇനി നമ്മൾ പോകുന്നത് സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള പെടാപ്പാടിലേക്കാണ്. കാണാം മാന്യമഹാജനങ്ങളെ. ഈ അതിർത്തി മണ്ഡലങ്ങളിലെ പ്രചാരണത്തിലെ കൗതുകം ഈ ഭാഷാ വൈവിധ്യമാണെന്ന് നമുക്കറിയാം. ഇടുക്കി ഹൈറേഞ്ചിൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടാൻ മലയാളം മാത്രം അറിഞ്ഞാൽ പോരാ. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലും തോട്ടം തൊഴിലാളികൾക്കിടയിലും തമിഴ് തന്നെ വേണം. പോസ്റ്ററുകളും ബാനറുകളും എല്ലാം അവിടെ തമിഴിലായിരിക്കും. ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് മണ്ഡലങ്ങളിലാണ് തമിഴ് വംശജർ കൂടുതലായുള്ളത്. 10-ലധികം പഞ്ചായത്തുകളിൽ ജനസംഖ്യയുടെ 90% വരും ഇത്. മണ്ഡലാടിസ്ഥാനത്തിൽ ദേവികുളത്ത് 65%, ഉടുമ്പൻചോലയിൽ 22%, പീരുമേട്ടിൽ 35%. അതിനാൽ ബാനറുകളും പോസ്റ്ററുകളും പ്രസംഗങ്ങളുമെല്ലാം തമിഴിലും വേണം. കൂടുതൽ ഹൈ വോൾട്ടേജ് തമിഴ് ശൈലി പിന്തുടരുന്നതാണ് പ്രചാരണ രീതി. மக்களின் வளர்ச்சிக்காக வேண்டி நமது வேட்பாளர் ஜோய் ஜோர்ஜ். ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനോട് തമിഴ് വംശജർക്കിടയിൽ വോട്ട് തേടുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ: അല്ല, മൂന്നാർ മട്ടുമല്ല, മറ്റേ പീറുമേട്, ഉടുമ്പൻചോലയൊക്കെ അങ്ങയിടത്തൊക്കെ തമിഴ് പീപ്പിൾ ഇരിക്കെ. അങ്ങയിടത്തൊക്കെ ചെല്ലുമ്പോൾ തമിഴ് കൊഞ്ചം പേശും. തമിഴ് കേട്ടാൽ നല്ലതൊക്കെ തിരിയും, പേശിയതൊക്കെ കൊഞ്ചം കഷ്ടമായിട്ടിരിക്കെ. എതൊക്കെ തമിഴിൽ തന്നെ പേശി മുടിക്കാൻ ശ്രമിക്കും. മൂന്നാർ, ദേവികുളം, മറയൂർ, കാന്തല്ലൂർ, വട്ടവട, വണ്ടിപ്പെരിയാർ, പള്ളിവാസൽ, ശാന്തൻപാറ, പീരുമേട്, കുമളി, നെടുങ്കണ്ടം തുടങ്ങിയ മേഖലകളിൽ തമിഴിൽ പ്രചാരണം നടക്കും. കാലങ്ങൾക്ക് മുന്നേ ഇടുക്കിയിലെത്തിയവരാണെങ്കിലും തമിഴിലെ പ്രചാരണം കാണുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നുമെന്ന് വോട്ടർമാർ. ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ തമിഴിൽ ജീവിക്കുന്നവർക്ക് തമിഴിലെ കേൾക്കാനായിട്ട് നല്ല ഇതായിട്ട് കാണുമല്ലോ. തമിഴിലെ മൈക്ക് ചെയ്യും. ചിലപ്പോൾ ഇവിടുത്തെ സബ് കമ്മിറ്റിയും അതിൽ എടുത്ത് കാര്യമായിട്ട് പറയും. வரப்போற 2024 பார்லமெண்ட் தேர்தலுக்கு எல்லா மக்களும் ஓட்டு போடுங்க. ഇടുക്കിയിലിരുന്ന് രാഹുൽ വിജയൻ, 24. കഴിഞ്ഞ ദിവസം ഗുജറാത്തിയിലായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ഒരു മേഖല ഗുജറാത്തിൽ നിന്ന് വന്ന ആളുകൾ താമസിക്കുന്ന, അല്ലെങ്കിൽ അവരിങ്ങനെ അവിടെ കാലാകാലങ്ങളായി താമസിക്കുന്ന ഒരു മേഖലയുണ്ട്. അവിടെ KC വേണുഗോപാലിനൊക്കെ വേണ്ടി വോട്ട് ചോദിക്കുന്ന ഗുജറാത്തി പോസ്റ്ററുകൾ, ഗുജറാത്തിയിൽ എഴുതിയ ചുവരെഴുത്തുകൾ, ഗുജറാത്തിയിൽ എഴുതിയ ഫ്ലെക്സുകൾ, വോട്ടാണ്. അവിടെ ചെല്ലുന്ന ഗുജറാത്തി അറിയാവുന്ന കോൺഗ്രസ്സുകാരാണ് അവിടെ പോയി വോട്ട് ചോദിക്കുന്നത്. എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഈ സപ്തഭാഷാ സംഗമഭൂമിയാണ് ഈ കാസർഗോഡ്. കേട്ട് മടുത്തു. അതെ, പക്ഷെ അവിടെ ഈ പറയുന്ന പോലെ 1-2 ഭാഷകളല്ല, ഈ പറയുന്ന ഈ തുളുവുണ്ട്, മലയാളമുണ്ട്, എല്ലാ ഭാഷകളിലും വോട്ട് ചോദിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ. അവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും ഈ ഭാഷകളൊക്കെ പഠിക്കുകയും വേണം നിർബന്ധമായിട്ടും. ബഹുഭാഷാ പണ്ഡിതന്മാരാവുകയും കൂടെ വേണം അവിടെ മത്സരിക്കാൻ. അതെ. അപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.